കേരളത്തിലെ മനോഹര പാതയ്ക്കായി തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശി തമിഴരശനും ഡിണ്ടിഗൽ സ്വദേശി ഉദയനും നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയാണ്. റോഡ് നിർമ്മാണത്തിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററായി എത്തിയതായിരുന്നു തമിഴരശൻ. ഇതേ വാഹനത്തിന്റെ ക്ലീനറായിരുന്നു ഉദയൻ. 2019 ഒക്ടോബർ 9 വൈകിട്ട് 5-നുണ്ടായ മണ്ണിടിച്ചിലിൽ തമിഴരശൻ ഓടിച്ചിരുന്ന മണ്ണുമാന്തി യന്ത്രവും ഒരു ടിപ്പറും അകപ്പെട്ടു. ടിപ്പറിലുണ്ടായിരുന്നവർ വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. എന്നാൽ ഉദയന്റെ മൃതദേഹം 2 ദിവസങ്ങൾക്ക് ശേഷം റോഡിൽ നിന്നും 1 കിലോമീറ്റർ താഴെയുള്ള ഭാഗത്തു നിന്ന് കണ്ടെത്തി. ഒരാഴ്ചയോളം ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും തമിഴരശനെ കണ്ടെത്താനായില്ല. ഗ്യാപ് റോഡിൽ നിന്ന് 100 അടി താഴ്ചയിലേക്ക് വാഹനം പതിച്ചെന്നാണ് നിഗമനം. വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാതിരുന്നതിനാൽ NDRFോ സൈന്യമോ തെരച്ചിലിനെത്തിയതുമില്ല. കരാർ കമ്പനി നൽകിയ നഷ്ടപരിഹാര തുക മാത്രമാണ് ഇയാളുടെ നിർധന കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരോ ദേശീയപാത വിഭാഗമോ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. ആളെ കാണാതായി 6 വർഷം കഴിയാത്തതിനാൽ തൊഴിലാളിക്ക് ലഭിക്കേണ്ട ഇൻഷുറൻസ് തുകയും ഇതുവരെ ലഭിച്ചിട്ടില്ല. 2019 മണ്ണിടിച്ചിലിൽ 6 മാസമാണ് ഗ്യാപ് റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത്. 2017 ദേശീയപാതയുടെ പുനർനിർമ്മാണം ആരംഭിച്ചതു മുതൽ ഇതുവരെ 6ഓളം മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടായി. 2023 ജൂലൈ 7-നാണ് അവസാന മണ്ണിടിച്ചിൽ ഉണ്ടായത്. അന്ന് 30 മീറ്റർ ഭാഗത്തെ മലയിടിഞ്ഞു. മണ്ണിടിച്ചിൽ ഭീഷണി കാരണം എല്ലാ മഴക്കാലത്തും ഗ്യാപ് റോഡിൽ ഗതാഗതം നിരോധിക്കാറുണ്ട്. മുൻകരുതൽ എടുക്കാമെന്ന് ജില്ലാ ഭരണകൂടവും അതുതന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയെല്ലാം മുൻകാലങ്ങളിൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷെ അതൊന്നും പാലിക്കപ്പെടാതെ ഇങ്ങനെ ദുരന്തം വന്നതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയും ചേർന്ന് ആ പ്രദേശത്ത് സുഗമമായ യാത്ര നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റോഡ് വീതി കൂട്ടിയതിന്റെ ഭാഗമായി നടത്തിയ പാറ ഖനനവും നിർമ്മാണ പ്രവർത്തനങ്ങളും മണ്ണിടിച്ചിലിന് ഇടയാക്കുന്നു. ചെങ്കുത്തായ പാറക്കെട്ടിന് മുകളിൽ അധികം ആഴത്തിലല്ലാതെയുള്ള മണ്ണും മഴക്കാലത്തെ വെള്ളത്തിന്റെ ഒഴുക്കുമൊക്കെ ഓരോ തവണയും ദുരന്തത്തിന് ആഴം കൂട്ടും. ഓരോ മഴക്കാലം പിന്നിടുമ്പോഴും യാത്രാ നിരോധനമല്ലാതെ മണ്ണിടിച്ചിൽ തടയാൻ എന്ത് മാർഗമാണ് അധികൃതർ ആവിഷ്കരിക്കുന്നതെന്ന നാട്ടുകാരുടെ ചോദ്യം ബാക്കിയാവുകയാണ്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.